Yummy. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പലരും പല വിധത്തിലും പല സമയങ്ങളിലും പലരുടെയും കൂടി ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു നോൺ വെജ് ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് പല രീതിയിലാണ്. പലരും പല രീതി. എന്താ ഉണ്ടാക്കാൻ പോണെന്നല്ലേ? കോഴിക്കറി, വേറെ ഒന്നുമല്ല. ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ടേസ്റ്റ് പറയാം. കമൻ്റായിട്ട് ടേസ്റ്റ് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അധികം ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇപ്പോൾ മിക്കവരും ചെയ്യുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്യരുത്. സമയമുണ്ടോ, പ്രഷർ കുക്കർ ഉപയോഗിക്കാതെ നോക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രഷർ കുക്കർ ഇല്ലാത്ത കോഴിക്കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇതുപോലെ ടേസ്റ്റ് ഉള്ളത് കഴിച്ചു കാണില്ല. ഒരു പ്രത്യേക അറിയിപ്പ്: ഈ കറി ഉണ്ടാക്കാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നില്ല. പ്രഷർ കുക്കർ ഉപയോഗിച്ചാൽ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കറികൾ പരമാവധി കുക്കർ ഉപയോഗിക്കാതെ നോക്കും. സമയം കൂടുതലെടുക്കും, പക്ഷേ ടേസ്റ്റ് അതുപോലെ കൂടും. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ചിക്കൻ വേണ്ട വലിപ്പത്തിൽ കട്ട് ചെയ്ത് കഴുകിയെടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് മിക്സ് ചെയ്ത് 10-20 മിനിറ്റോളം വെക്കുക. എല്ലാ മസാലയും ചിക്കനിൽ ഒന്ന് പിടിക്കാനാണ് കേട്ടോ. എന്തൊക്കെ മസാലയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയുമാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മസാല ഇടും, അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും മതി. ഇനി ബാക്കിയുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാം. 6 മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിയുക. ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്ത് വയ്ക്കുക. ഒരു കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി തീ മീഡിയം ഹൈയിൽ ആക്കി അതിൽ 2 ബേ ലീഫ്, 1 കഷണം പട്ട, 3 ഏലക്കായ, 1 സ്റ്റാർ അനീസ് അഥവാ തക്കോലം ഇട്ട് വഴറ്റുക. ഒരു 20 സെക്കൻഡ്സ് ഇത് വഴറ്റണം. നമ്മൾ ഗരം മസാല ഇടുന്നുണ്ടെങ്കിലും ഈ മസാല പൊടിക്കാതെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വഴറ്റാം. ഏകദേശം 15 സെക്കൻഡ്സ് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില നല്ലവണ്ണം ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് വഴറ്റാം. ഉള്ളി ശരിക്ക് വഴണ്ട് കഴിഞ്ഞാൽ ബ്രൗൺ ആകരുത് കേട്ടോ. അതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് വഴറ്റാം. തക്കാളി വെന്ത് കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ചേർക്കാം. അതായത് മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലോണം വഴറ്റുക. ചിക്കൻ്റെ പുറം ഭാഗം ഒന്ന് വേകണം. ഇത് ചിക്കൻ്റെ ജ്യൂസ് പുറത്തു പോകാതെ നല്ല സോഫ്റ്റ് ആയി വേകാനാണ്. കുറച്ചുകൂടി കറിവേപ്പിലയിട്ട് വഴറ്റാം. നല്ലതുപോലെ റോസ്റ്റായാൽ ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും വേണമെങ്കിൽ വെള്ളം ചേർക്കാനും മറക്കല്ലേ. ചിക്കൻ വെന്ത് ചാറെല്ലാം പാകത്തിനാകുമ്പോൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി റെഡി. ഇത് നമുക്ക് കുറച്ച് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെയോ നല്ല കോമ്പിനേഷനാണ്. ഇതൊന്നുമില്ലെങ്കിൽ 1-2 ബ്രെഡ് സ്ലൈസസ് എടുത്ത് മുക്കി കഴിക്കാനും ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ പാചകക്കുറിപ്പ് ഇവിടെ കഴിയുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് ഇപ്പോൾ പിരിയാം. ഹാപ്പി കുക്കിംഗ്.